എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹാർഡ് കോർ ലെറ്റ്സ് പ്ലേ സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ബെഡ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു ബേസ് ഉണ്ടാക്കുക, അത് കഴിഞ്ഞ് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു വില്ലേജ് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ആർമർ ആൻഡ് ടൂൾസ് ആർമറാക്കും എന്തായാലും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഗോൾ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ആദ്യം തന്നെ സ്റ്റോൺ ടൂൾസിലേക്ക് മാറാനുള്ള പണിയെടുക്കുക. ഇവിടെ കുറച്ച് സ്റ്റോൺ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഉടനെ പിക്കെക്സ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അപ്പുറത്ത് ചെറിയ ബ്ലോസം ഉണ്ട്. ഇത് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് പ്ലെയിൻ ആയിട്ടുള്ള അടിയിൽ. ഞാൻ എന്താക്കി ഇവിടുന്ന് കുറേ വുഡെല്ലാം കളക്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു വീട് വെക്കാനുള്ള ഒരു പ്ലാനിലാണ് ഉള്ളത്. നമുക്ക് ഈ ഷുഗർ കെയിനെല്ലാം എടുത്തിട്ട് നട്ട് വെക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ഇപ്പം ഇത്ര സാധനങ്ങളായിട്ടുള്ളത്. ബെഡെല്ലാം ഉണ്ടാക്കണം. ഷുഗർ കെയിൻ നമുക്ക് ഇവിടെ നട്ട് വെക്കാം. അതാ ഈ അപ്പുറത്തുണ്ട്. നമുക്കിത് ഇതിൻ്റെ ഇവിടെ എടുത്ത് വെക്കാം. ക്രാഫ്റ്റിംഗ് ടേബിളും പിന്നെ നമ്മൾ ബെഡ് ഉണ്ടാക്കണം. നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാം ഫസ്റ്റ്. വെച്ച് ഇനി ബെഡ് ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ ആ ടൈം ആകുമ്പോൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഷീപ്പിനെ നമുക്ക് കൊല്ലാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫുഡ് ഏകദേശം സെറ്റാക്കണം. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ നൈറ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇനി ഞാൻ ബേസെല്ലാം ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ വീട് കെട്ടിക്കഴിഞ്ഞു. ഇതിങ്ങനെയാണുള്ളത്. ചെറിയ ബ്ലോസും ഓക്കും അതെല്ലാം ഉപയോഗിച്ചാണ് മെയിനായിട്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഈ ചെസ്റ്റിലത്തെ സാധനങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവെക്കട്ടെ. എൻ്റെ ബാക്കി ഞാൻ ഉള്ളിൽ കുറേ ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഇതെല്ലാം വെക്കാം. ഇപ്പം തന്നെ എൻ്റെ കയ്യിൽ ഫുള്ളുണ്ട്. അപ്പോൾ ഇതെല്ലാം ആദ്യം വെച്ചിട്ട് ആദ്യം വന്നിട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഇതിലുള്ള വെക്കാം. ഇപ്പം കയ്യിൽ വെക്കാം. അത്യാവശ്യമായിട്ട് കയ്യിൽ പിടിക്കേണ്ട സാധനം മാത്രം കയ്യിൽ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതിലേക്ക് എടുത്തു വയ്ക്കും. ഇതെല്ലാം വെറുതെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ പൂവിൻ്റെ എല്ലാം ഇതിൽ പുറത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ വെറുതെ ചെസ്റ്റിൽ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുടെ സാധനം കൂടി എടുത്തിട്ട് വരാം. ഇത് ഒരു ലോഡ് പൂക്കൾ ഞാൻ എൻ്റെ ഈ വീട് കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്ഥലം ക്ലിയർ ആക്കുന്ന സമയത്ത് കെട്ടിയ പൂവും അതെല്ലാം ഇതിൽ വെറുതെ വെച്ചിട്ടുണ്ട്. എന്തിനാണില്ല, വെറുതെ ജസ്റ്റിനെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ 8 അയണും കൂടി ഉണ്ട് ഇപ്പോൾ കയ്യിൽ. അത് പോരാ നമുക്ക് അയൺ ആർമർ ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് നമ്മളൊരു ഇതുണ്ടാക്കുന്നതായിരിക്കും നമുക്ക് ഒഴിച്ച് പോകണം ഇനി. എന്നിട്ട് വേണം നമുക്ക് അയണെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതെല്ലാം എടുത്ത് വെക്കാം. എന്നിട്ടൊരു വില്ലേജ് കണ്ടുപിടിക്കാൻ പോകണം ഫസ്റ്റ്. ലാസ്റ്റ് ഞാൻ അയൺ മൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ഒരു മൈനിങ് ഏരിയയിൽ സെറ്റ് ആക്കണം. ഫർണസും കൂടെ ഉണ്ടാക്കാം. എൻ്റെ ബെഡ് ഞാൻ അപ്പുറത്താണ് വെച്ചില്ലേ, ഈ സൈഡ് ഇത് വെക്കാം. എൻ്റെ ബെഡ്റൂം ഈ ഫസ്റ്റത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആക്കിയിട്ടുള്ളത്, ആ സൈഡ്. പിന്നെ കുറച്ച് ബാരലെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സ്റ്റെയർ പുറത്തുനിന്ന് വരുന്നത് ഇതെൻ്റെ കയ്യിൽ എക്സ്ട്രാ വന്ന സ്റ്റെയർ കേസിൽ സ്റ്റെപ്പെല്ലാം ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചത്. ഈ റൂം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യാം, ഉള്ളിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നൈസായിട്ടുണ്ടെന്നാണ് എൻ്റെ തോന്നുന്നത്. വ്യൂ ഞാൻ കെട്ടിയതല്ല. എന്താ ഇതിലെ എങ്ങനെ ഇറങ്ങി വരാം. ഞാൻ നേരത്തെ വെച്ചത് ആദ്യം പൊട്ടിച്ചു, അത് ഞാൻ ഒന്നുകൂടി വെക്കട്ടെ. അപ്പം ഇങ്ങനെയുണ്ട് വീട്.
ഫൈനലി ഗൈസ് അത് ആ സൈഡ് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ബാക്കിലെ മലയുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ ഒരു വില്ലേജ് ഉണ്ട്. ഞാൻ എൻ്റെ അപ്പുറത്തെല്ലാം കുറേ സമയം അലഞ്ഞു നടന്നു വില്ലേജിനായിട്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത് വില്ലേജ് ഉണ്ടായിരുന്നു. ഒരു റൂയിൻ്റെ പോർട്ടലുണ്ട് അവിടെ. അപ്പോൾ ആദ്യം തന്നെ പോർട്ടലിൻ്റെ അടുത്തേക്ക് പോവാം. പോർട്ടലിൽ നിന്ന് ജസ്റ്റ് എന്താ ഇല്ലതെന്ന് അറിയാലോ. എന്തെങ്കിലും നല്ല സാധനം ഉണ്ടായാൽ മതിയായിരുന്നു. അടുത്ത വില്ലേജ് അടുത്ത വില്ലേജിൻ്റെ ഞാൻ ക്യാരറ്റെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം എടുക്കണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഒരു ഫാമിങ് ഏരിയ സെറ്റാക്കുന്നതായിരിക്കും. ലാവ അപ്പുറത്തെ ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ജസ്റ്റ് ഇവിടെ തന്നെ ഒബ്സീഡിയനെല്ലാം ഉണ്ട്. നമുക്ക് ഇന്ന് തന്നെ ഒരു ഡയമണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഭാഗ്യമാണ്. ഡയമണ്ട് ചെറുപ്പളെ കണ്ടുപിടിക്കാൻ കഴിയും. ഇതിലേക്ക് കയറും. ഞാനിപ്പോൾ പുറത്തേക്ക് കയറേണ്ടി വരും. കിട്ടിയ ഗോൾഡൻ ഹെൽമെറ്റ് ആയാലും ഇട്ട് വെക്കാം, വെറുതെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട്. ഇത് ഒരു ലൈബ്രറിയൻ്റെ വീടാണ്. ഇപ്പോൾ താഴെ ഇവിടെ വിളിച്ചുണ്ട്, ഇതെല്ലാം എടുക്കണം. അപ്പോൾ ഗൈസ് ഞാൻ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. രണ്ട് ഡയമണ്ട് എനിക്ക് വില്ലേജിൽ കിട്ടി, അതാണ് വലിയ കാര്യമായിട്ടുള്ളത്. പിന്നെ ഒരു അയൺ ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ കുറേ പൊട്ടാറ്റോ, വീറ്റ്, ക്യാരറ്റ് അതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതെല്ലാം കൃഷി ചെയ്യണം ഇനി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വില്ലേജിൽ നിന്ന് കിട്ടിയിട്ടില്ല. കുഴപ്പമില്ലാതെ ഡയമണ്ട് കിട്ടിയത് അത്ര നല്ലതായിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം എടുത്തിട്ട് പോയി. ഇത് ഞാൻ നേരത്തെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതെടുത്തിട്ട് പോകാം. കുറച്ചും കൂടി ഇത് ആളൊരു മറ്റേ ആളുണ്ട് ആര് അങ്ങനെ മറ്റേ ലാവനും കൊണ്ടുപോകുന്ന ട്രേഡറല്ലേ, ആ ട്രേഡറിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എമറാൾഡ് കിട്ടും. അപ്പം ഞാൻ നേരെ അങ്ങോട്ട് പോട്ടെ. അങ്ങനെ ഞാൻ അവിടുന്നെല്ലാം വന്ന് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ഞാൻ മൈനിങ്ങിന് പോയതാണ്. അപ്പോൾ കുറച്ച് മൈൻ ചെയ്തിട്ട് അവൻ ഇവിടെ വലിയ കേവിലെത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ ഞാൻ അയണെല്ലാം മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ആർമർ ഉണ്ടാക്കാനില്ല അത്ര. അതിൽ ഞാൻ സ്മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ട് മൈനിങ്ങിന് പോവാം. ഇതാകുന്നവരെ നമുക്ക് വെറുതെ ഇരിക്കണ്ടല്ലോ, നമുക്ക് ഡയമണ്ട് കിട്ടണ്ടോ നോക്കാം. ഇപ്പം തന്നെ 19. നമുക്ക് ഇതും കൂടി എടുക്കാം, ടോർച്ചാക്കാൻ വേണ്ടിയിട്ട്. ബാക്കി കോളെല്ലാം അതിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ കോൾ അടിച്ചിട്ട് നമുക്ക് ടോർച്ചെല്ലാം ഉണ്ടാക്കിയിട്ട് മൈനിങ്ങിന് പോവാം. അപ്പോൾ ഞാൻ 12 എത്രയും അയൺ കണ്ടുപിടിച്ചിട്ടുള്ളത്. ടോർച്ച് ആക്കട്ടെ. എവിടെയുള്ള ഇവിടെ ഞാൻ കുറച്ചും കൂടി മൈൻഡ് ചെയ്തിട്ട് എൻ്റെ ട്രയൽ ചേമ്പർ കാണുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ട്രയൽ ചേമ്പർ കാണുന്നത്. എൻ്റെ ഫസ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൽ ട്രയൽ ചേമ്പർ ഉണ്ട്. പക്ഷെ എനിക്ക് അന്ന് എന്താണ് സംഭവം എന്ന് അറിയണ്ടിട്ട്, ട്രയൽ ചേമ്പറിൻ്റെ പേരോ കാര്യങ്ങളൊന്നും അറിയണ്ടിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അത്രയ്ക്കും ധൈര്യം എനിക്കിപ്പില്ല. ഒന്നാമത് ഹാർഡ് കോറാണ്. ഇറങ്ങിയ വടിയാവുന്നില്ല കാര്യം ഉറപ്പാണ്. ഞാൻ കുറച്ചും കൂടി മുമ്പിലോട്ട് മൈൻഡ് ചെയ്ത് പോയിട്ട് ഈ ട്രയൽ ചേമ്പർ കഴിഞ്ഞിട്ടില്ല താഴോട്ട് പോയിക്കാം. അല്ലാതെ വേറെ വഴിയില്ല ഇപ്പം. ഇല്ലെങ്കിൽ ട്രയൽ ചേമ്പറിൽ ഇറങ്ങിയ പണിയാവും. വീഡിയോ ഓപ്പണിങ് വരുന്ന ട്രയൽ ചേമ്പർ തീരുന്നില്ല ഇപ്പോഴേ. ഇതിൽ അടച്ചിട്ട് തന്നെ പോവാം, വെറുതെ തുറന്നിടുന്നില്ല. അത് കഴിഞ്ഞിട്ട് വരാം ഞാൻ. ഇപ്പം ഞാൻ അയണെല്ലാം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലേക്ക് പോയിട്ട് ഞാൻ അയൺ ആർമറാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പം എൻ്റെ കയ്യിൽ സ്പേസ് ഇല്ല. എൻ്റെ കയ്യിൽ എല്ലാ സ്റ്റോണെല്ലാം മൈൻ ചെയ്ത സ്റ്റോണെല്ലാം നമുക്ക് ചെസ്റ്റിൽ വെക്കാനില്ലാന്ന്. അപ്പം മുകളിലേക്ക് പോവാം. നൈറ്റായി. അപ്പോൾ
വീട്ടിലേക്ക് പോയ സീനാകുമോ സംശയമുണ്ട്. ക്രീപ്പറിൽ വന്ന് പൊടി തെറിച്ച പണിയാവും എൻ്റെ വീട്. ഞാൻ ഇവിടെ എവിടെയും കിടന്നുറങ്ങാം. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് ഒരു 2 സ്റ്റെപ്പ് അങ്ങോട്ട് കുഴിച്ചിട്ട് എൻ്റെ ബെഡ് വെക്കാം. ബെഡ് ഞാൻ കയ്യിൽ വെക്കുന്ന ഇതാണ്. എപ്പം നൈറ്റാവുന്നറിയില്ല നമുക്ക് പുറത്തേക്കെല്ലാം പോയി കഴിഞ്ഞാൽ. അങ്ങനെ രാവിലെ ഇനി വേഗം വീട്ടിലേക്ക് പോയി നോക്കട്ടെ. പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ വീടിൻ്റെ ബാക്കിൽ ഞാൻ ഇടുന്ന വെറുതെ അങ്ങോട്ട് കുഴിച്ച് പോയതാണ്. അപ്പോൾ ഇനി ഞാൻ കുറച്ചും കൂടി ഷുഗർ ക്യാൻ ഒരു ട്രൈഡൻ്റ് പിടിച്ചിട്ടുണ്ടല്ലോ, അവൻ ഡ്രോപ്പ് ചെയ്യണേ. അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ ഒരു സ്ഥലമില്ല. ഞാൻ പോയിട്ട് ചെസ്റ്റിലെല്ലാം സ്റ്റോണെല്ലാം എടുത്തിട്ട് വെച്ചിട്ട് വരാം. അല്ലാതെ അത് എടുക്കാൻ കിട്ടില്ല. ഫുള്ളായിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ കയ്യിലെല്ലാ സാധനം ഫുള്ളായിട്ടുണ്ട്. ഡീപ് ഫ്ലൈറ്റും ഇത് ഞാൻ എടുത്തിട്ടുണ്ട് മറ്റേ ഇതാക്കാൻ വേണ്ടിയിട്ട്. ലാവ അതിനെന്താ പറയുക, കുറച്ചും കൂടി ലാവ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. ലാവ ഫാം എന്തെന്ന് അങ്ങനത്തെ സംഭവം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതാക്കി നോക്കാൻ വേണ്ടി ഞാൻ മറ്റേതായിട്ട് ട്രിപ്പ് സ്റ്റോൺ എടുത്തിട്ടില്ല. ആവശ്യത്തിൻ്റെ സാധനത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളിലിപ്പോൾ വെച്ചിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി എൻ്റെ ചെസ്റ്റ് കൊണ്ടുവയ്ക്കാൻ നോക്കാം. എപ്പോഴെങ്കിലും ഉപകാരം ഉണ്ടായിരിക്കും. ഇത് പൊട്ടാനായി. ഇതൊരു ഒരൊറ്റ അടിക്ക് പൊട്ടും. എൻ്റെ കയ്യിൽ ആയാണല്ലോ വെച്ചിട്ട് ഞാൻ ഇപ്പം തന്നെ ആർമറിൽ സെറ്റ് ചെയ്യണം. എനിക്ക് ഡയമണ്ട് മാത്രം കിട്ടിയില്ല. ഒരു ഡയമണ്ട് കൂടി കിട്ടിയെങ്കിൽ നമുക്ക് ഒബ്സിഡിയൻ പൊട്ടിച്ചെടുക്കായിരുന്നു. ആദ്യം ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ് ഉണ്ട്, ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, ബൂട്ട് എല്ലാം ഉണ്ടാക്കി വെക്കാം. ഗ്രാൻഡ് പിക്കാക്സും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ബാക്കിയാണ് നമുക്ക് ചെസ്റ്റിലെടുത്ത് വെക്കാം. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇടാം. ചെസ്റ്റ് പ്ലേറ്റ് എല്ലാം അയൺ ആർമർ ആവുന്നില്ല. അതും ഗോളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയില്ല നമുക്ക് ഇവിടെ വെക്കാം. ഞാൻ മോളിൽ പോയിട്ട് കാണിച്ചാൽ ഇപ്പോൾ ഇട്ടില്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മെയിൻ ഗോൾസ് എല്ലാം ഇന്നത്തെ ഗോൾസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.